എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ ചാനൽ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. ആഴ്ചയിൽ 1-2 വട്ടം ഇടണുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ മസ്കറ്റിൽ പ്രാന്തത്തിയുടെ അടുത്ത് പോയി ഞങ്ങൾ ജംഗലിൽ പോയി കഥ പറഞ്ഞല്ലോ, ഭക്ഷണത്തിൽ ഉപ്പിട്ട കഥയൊക്കെ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വീണ്ടും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടകത്തിനെ കറന്നിട്ടും ആട്ടങ്ങളെ കറന്ന പാലും മുഴുവൻ കൊണ്ടുവരും. ഒരു 10, 20, 25, 30 ലിറ്റർ പാലുണ്ടാവും. അത് കൊണ്ടുവന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് പകൽ വെയിലത്ത് വയ്ക്കുക, വൈകുന്നേരം ആകുമ്പോഴത്തെ റൂമിൽ വയ്ക്കുക. പിറ്റേ ദിവസം വാഷിംഗ് മെഷീൻ ഉണ്ട്. ആ വാഷിംഗ് മെഷീൻ ഇത് പാല് മാത്രം കറക്കണ മെഷീനാണ്. ആ മെഷീനിൽ പാല് ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് ഓണാക്കി വയ്ക്കും. ഓണാക്കിയിട്ട് ഒട്ടകത്തിൻ്റെ പാലായിട്ട് അങ്ങനെ അധികം ചെയ്യാം, അതിൻ്റെ പാല് വേറെ. എന്നിട്ട് അത് 1 മണിക്കൂർ നേരം ഇങ്ങോട്ട് ഓണാക്കി കറക്കി വരുമ്പോൾ അതിലിങ്ങോട്ട് വെണ്ണ പൊന്തി വരും. എന്നിട്ട് ആ വെണ്ണയൊക്കെ കോരിയെടുത്ത് ആ വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോണ ഓവിൽ കൂടെ മോരും എടുക്കും. അപ്പോൾ അതാണ് ഞങ്ങൾ കുടിക്കുക കേട്ടോ, ഭക്ഷണത്തിൽ കുടിക്കുക. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രാന്തത്തിൽ അവിടെ ചെന്നു. പ്രാന്തത്തിൽ രാവിലെ എണീക്കാൻ വൈകുമല്ലോ. ഞാൻ എണീച്ച് മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി പോയി. പ്രാന്തത്തിൽ വന്നിട്ട് പറഞ്ഞു എന്നോടേ, ലൈല 10 മണിയായി അവൾ എണീച്ചപ്പോൾ. അപ്പോൾ അവൾ എണീച്ചിട്ട് ലൈല ഇവിടെ അടിച്ചു വാരിയാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ അടിച്ചു വാരിയെന്ന് പറഞ്ഞു. ഇല്ലല്ലോ. അപ്പോൾ ഒരു തരി ഇങ്ങനെ മണ്ണിൻ്റെ തരി പോലെ ലേശം കെടുക്കട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു വാരി എവിടെയൊക്കെ കച്ചറ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എവിടെ കച്ചറ, നീ നിങ്ങളവിടെ ചൂല് മേടിച്ചിട്ട് പോയോ എന്ന് പറഞ്ഞു. പറഞ്ഞ വഴിക്ക് ഇവിടെ എന്നെ മുറിയിലകത്ത് പിടിച്ചട്ട കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് തവിട്ട് പൊടിയാക്കി. എന്നിട്ട് എന്നോട് പറയാം നിന്നെ ഞാൻ കടിച്ച് പൊടിക്കും, നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് ഇടിച്ച് തവിട്ട് പൊടിയാക്കുമ്പോൾ ഞാൻ ഇവളുടെ അടുത്ത് കരഞ്ഞ് ഞാൻ കാല് പിടിച്ചു. മാമ ഇല്ല മാമ, ഞാൻ ഇനി വൃത്തിയിലടിച്ച് വരിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചുട്ടാ. കാല് പിടിക്കൽ കഴിഞ്ഞ് ഇവളെന്ത് ചെയ്തു, ശരിയെന്നും പറഞ്ഞ് ഞാൻ നിന്നു. അപ്പം ഞാൻ ബാത്റൂമിലാണ് തുണികൾ കഴുകണത്. ബാത്റൂമിൽ വാഷിംഗ് മെഷീൻ ബാത്റൂമിൽ. അപ്പോൾ തുണികൾ കഴുകുമ്പോൾ ഓടിയ വന്നിട്ട് ബാത്റൂമിൽ ചാരിയ നിർത്തിയിട്ട് ഒറ്റ അടി എൻ്റെ നെറ്റിയുടെ ഒരു സൈഡിൽ ഇടിച്ച വഴിക്ക് എനിക്ക് അങ്ങടെ മരണവെപ്രാളായിട്ടാണ് ഞാൻ അങ്ങോട്ട് നിലവിളിച്ച് വലിയൊരു പോളം പോലെ വന്നു, വലിയൊരു മുഴ വന്നു. ഈ മുഴ കൊണ്ട് എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞു, ഞാൻ എവിടേക്കും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ശരി എന്ന് പറഞ്ഞാൽ പോയി തുണി തോരിയിടുക കേട്ടോ. മുറ്റത്ത് വലിയ മിറ്റാണല്ലോ, അവളെ അഴക്കി കെട്ടിയിട്ട് അന്ന് തുണി തോരിയിടുക. തുണി തോരിടണം നേരത്തെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ ഇവള് കഥകൻ്റെ അവിടെ വന്ന് നിൽക്കുക. ഞാൻ ഓടിപ്പോയാലോ എന്ന് വെച്ചിട്ട്. പക്ഷെ ഭാഗ്യത്തിന് ഇവള് ലാൻഡ് ഫോൺ ബെല്ലടിച്ചപ്പോൾ ഇവള് ഫോൺ എടുക്കാൻ പോയി താപ്പിനും ഞാൻ ഗേറ്റ് തുറന്ന് ഓടി എവിടേക്കും ഓടിപ്പോയില്ല. അവരുടെ വീട്ടിലേക്ക് എവിടേക്കും ഓടിപ്പോയില്ല. വീടിൻ്റെ ബാക്കിൽ മരുഭൂമിയാണ് കിടക്കുന്നത്, വീടുകളൊന്നുമില്ല, ഭയങ്കര മരുഭൂമികളാണ്. അപ്പം അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നല്ലൊരു മുള്ളിൻ്റെ മരമാണ്, അതങ്ങനെ പടർന്ന് കിടക്കുക. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് പച്ചനായിട്ട് കേട്ടാ, കീറിയിട്ടുണ്ട്. ആ മരത്തിൻ്റെ അടിയിൽ പോയിട്ട് ഒളിച്ചിരുന്നു. ഇവള് ഫോൺ വയ്ക്കൽ കഴിഞ്ഞു, എന്നെ നോക്കിയിട്ട് കാണാനില്ല. അവൻ്റെ ആ തറവാട്ടിൽ പോയി തള്ളോട് അന്വേഷിച്ചു, ആൾക്കാരോട് അന്വേഷിക്കലായി, ഫോൺ ചെയ്യലായി, ആങ്ങളമാർക്ക് വിളിക്കലായി, റാഷീദിന് അറബിക്ക് വിളിക്കലായി. എല്ലാവരും വരിക, വണ്ടി എടുക്കുക, പാഞ്ഞ് നടക്കത്തൊക്കെ ഞാനിരുന്ന് കാണുന്നുണ്ട്. കാരണം ഞാൻ ആ മരുഭൂമി കൂടെ പോയി കഴിഞ്ഞാൽ എന്നെ അവർ കണ്ടുപിടിക്കും. അപ്പം എനിക്ക് തോന്നി മരത്തിൻ്റെ മൂട്ടിലിരിക്കാൻ തോന്നി. ഞാൻ അങ്ങനെ ഇരുന്ന് ഞാനൊരു 4 മണി ഇവരുടെ പരക്കം പാച്ചിലൊക്കെ നിർത്തിയിട്ട് പിന്നെ വണ്ടികളെയൊന്നും കാണാനില്ല. ഞാൻ ആ 4 മണി ആ നേരത്തെ ഓടുകയാണ് മരുഭൂമിയൊക്കെ ഓടി. അങ്ങനെ ഒരു 300 മീറ്ററോളം ചെല്ലണം കേട്ടോ റോഡിലേക്ക്. ഓടി ചെല്ലുമ്പോൾ പാകിസ്ഥാനികളുടെ കമ്പനി, അവർ 5 മണി നേരത്ത് കമ്പനിയിൽ നിന്ന് അടച്ച് ഒക്കെ ഇറങ്ങി പോവുക. അപ്പോൾ എന്നെ കണ്ടിട്ട് എൻ്റെ ഈ മുഴയൊക്കെ കണ്ടപ്പോൾ അവർക്ക് വിഷമായി. അപ്പോൾ എന്നോട് ചോദിച്ചു, ലേശ് മോഹത്താൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ അർപ്പിച്ച് അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറ്റിയത് നെറ്റിയിൽ നിന്നാണ് ചോദിക്കുന്നത്. എന്നെ അർപ്പിച്ച് തല്ലിയിട്ടാന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട് എവിടേക്ക് പോകണ്ട, എംബസിയിൽ പോകണം, എനിക്ക് എംബസിയിൽ പോകണം എന്ന് പറഞ്ഞു. വേഗം എന്നെ ഒരു പഴയൊരു കാറ് എടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ മറയിലിരുത്തി. കാരണം മറ്റൊരു പിടിച്ചുകൊണ്ട് പോയി മറയിൽ അങ്ങനെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും വേറൊരു ടാക്സി വന്നു.
അത് പാകിസ്ഥാനിയുടെ ടാക്സി. അവർ തന്നെ അതിലത്തെ ഒരാൾ പാകിസ്ഥാനി ടാക്സി കൈ കാണിച്ച് പറഞ്ഞതിൽ നിങ്ങൾ എംബസിയുടെ അവിടെ കൊണ്ടാക്കിട്ടാ, പൈസ ഞാൻ തരാമെന്നും പറഞ്ഞ് എന്നെ വണ്ടിയിൽ കയറ്റി. അപ്പോൾ അയാൾ ചോദിച്ചു എന്താ പറ്റിയ നെറ്റിയിലേയും ചോദിച്ചു. ഞങ്ങൾ അറബിച്ച് തല്ലിയതാന്ന് പറഞ്ഞു. എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഭയങ്കര സങ്കടം, അതുപോലെ കാട്ടിക്കൂട്ടിയിട്ട്. അങ്ങനെ എംബസിയുടെ അവിടേക്ക് ചെന്നപ്പോൾ ഒരു മലയാളി ശരിക്കും എംബസിയുടെ പഠിക്കാൻ നിൽക്കുന്നു. എന്നെ കണ്ട വഴിക്ക് പിടിച്ച് എംബസിയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത ഭാഗം പറയുക കേട്ടാ. ഇപ്പം ഇത്രയും പറഞ്ഞ് നിർത്തുക കേട്ടാ. അതേ ഒരു കാര്യം ചെയ്യണം കേട്ടാ, ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നടത്തണത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ, ലൈക്കും ഷെയറും എല്ലാം ചെയ്തോളൂ കേട്ടോ. ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ അടുത്തൊരു വൃദ്ധമന്ദിരം ഉണ്ട്. അയ്യോ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചെന്നായി പറയാമെന്ന് പറയും. എന്താ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദൈവമേ, നമ്മുടെ മനസ്സ് അവരെ കണ്ടു കഴിഞ്ഞാലും കിടപ്പ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചാരിറ്റി വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ, ലൈക്കും ഷെയറും എല്ലാം ഒന്ന് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബൈ.